അപ്പോൾ ചക്കയായി. ഉണ്ണിയെ നാശയായി പോവേ. പിന്നെ അത് മാത്രല്ല വേറെ കേടൊന്നും വരില്ല കേട്ടോ ഈ മുളകിനെ. അമ്മയുടെ അടുത്ത് പൂരം കഴിഞ്ഞ അപ്പൊ മനസ്സിലാവും കണ്ണും കുട്ടിക്ക്. ആ അതെ അമ്മയുടെ അടുത്ത് പൂരുണ്ട്. അതല്ലേ നോക്കിയേ ഇപ്പൊ കത്തി എന്റെ കൈ ഇപ്പൊ പൊള്ളിക്കൊണ്ട് പോണ്ട വന്നേന്. പതുക്കെ പതുക്കത്ത അവനെന്തൊരു പേടിയാ. എന്നാ കൺമണി എന്നാ പൊന്നെ ഇത് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയ്യോട്ടാ ഒരുവിധമായപ്പോ പെട്ടെന്ന് കതിര് വന്നു. ഇപ്പൊ വണ്ടിയിൽ വരുന്നുണ്ട് ഇങ്ങനത്തെ സുന്ദരിച്ചിരി വരണ്ടാ വയൽ ചീരാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ സുന്ദരിച്ചിരി വെക്കാൻ തുടങ്ങിയാ? ആ ഇതിപ്പോ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ തൈ നട്ടിട്ടില്ലേ, അതിന്റെ വിത്ത് വീണിട്ട് അങ്ങനെ മുളച്ചത് അല്ലേ. പിന്നെ നോക്കിയമ്മേ അമ്മ ഉള്ളി നടലുണ്ടെങ്കിലും കൂടിയിട്ട് അമ്മ ഉള്ളിയിൽ പൂവുണ്ടായിരുന്നു കണ്ടിട്ടില്ലല്ലോ. ഇതേപോലെ ഇത് തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് വെക്കാട്ടോ ഒരു ദിവസം. നല്ല ഭംഗിയത്. അതെ അമ്മ വന്നിട്ടാ. അമ്മ വന്നത് വേറെ ഒന്നല്ല, നമ്മുടെ അടുത്ത പൂരാണ്. അപ്പോൾ പിന്നെ അമ്മേനെ പോയി കൊണ്ടുവന്നു. അപ്പോൾ അമ്മയ്ക്ക് വേറെ കാരണമൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അമ്മ വിളിക്കപ്പിക്ക് ഇപ്പം വരാം പിന്നെ വേറെ ദിവസം വരാം അതൊക്കെ പറയാതെ പതിവ്. ഇന്നിപ്പോൾ ഞാൻ പൊക്കി അമ്മേനെ പൂരത്തിൻ്റെ പേരും പറഞ്ഞ്. അപ്പോൾ നേരെ പറമ്പിൽ ഒന്ന് കൊണ്ടുവന്നതാട്ടോ അമ്മേനെ. അപ്പോളേ നമ്മുടെ നോക്കിയമ്മ ക്യാബേജ് ഉണ്ടായി തുടങ്ങി. ഓക്കെ കണ്ടോ, നല്ല അത്യാവശ്യം കണ്ടോ, നല്ല വലിപ്പുള്ള ക്യാബേജ് കണ്ടാ. പിന്നെ നോക്കിയമ്മ കോളിഫ്ലവർ. ഈ കോളിഫ്ലവർ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഈ കോളിഫ്ലവറിന്മേ ഒരു വെയിലടിക്കുമ്പോൾ ഒരു കളർ വരും. ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണ കാരണം അത് കളർ വരാണ്ട് ഇതേപോലെ നിൽക്കണം. അല്ലെങ്കിൽ പൊട്ടിക്കാറായിട്ടുണ്ട്. പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കുക അതേപോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ മേളക്കെല്ലാം പഴുത്ത് പൊട്ടിക്കല്ലേ. പൊട്ടിക്കാറായിട്ടുണ്ട്. ഞാനിത് ആഴ്ചയിൽ 2 വട്ടം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കാറുണ്ട്. പൊട്ടിക്കണമെന്ന് ഇനിയിപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ കടക്കളയിലേക്ക് കിടക്കാം. ഇന്നേ ശരിക്കും പൂരായ കാരണം പറമ്പിലത്തെ പണികളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. വെറുതെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കയറാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ മുളക് കണ്ടോ, അപ്പോൾ അത് പൊട്ടിക്കണമെന്നാണ് പറയണേ. അപ്പം ഇനി ഞങ്ങൾ മുളക് പൊട്ടിക്കിട്ടാന്ന് അത് പൊട്ടിച്ചിട്ട് ഞാൻ മുറെടുത്തിട്ട് പറ്റാന്നാ കേട്ടാ. പുല്ലൊക്കെ ചെത്തി കഴിയാറായി. ഇതെന്തിട്ടാന്നറിയാ, ഇത് ചൂനിമുളക്, പച്ച ചൂനി. പച്ച ചൂനിയല്ലേ, ഷാറായി വരണല്ലോ. അമ്മ ഒരു ഇത് കണ്ടിട്ടുണ്ടാ, ഈ മണിത്തക്കാളി ചോദിക്കാറില്ലേ, കണ്ടിട്ടില്ലേ എന്ന് പറയാറില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഇത് കാട്ടി തരാം. നോക്കിയേ, ഒരു കട നിറച്ചാണ് വേണ്ടേ. ഇതേ മണി കാട്ടി തരാം, പൊട്ടിച്ച് മണി വലിപ്പുണ്ടാവും. ഇനി വലിപ്പിക്കോ? ഇത്രയാണ് കറുത്ത മണി. നോക്കിയേ വേണ്ടാ. ഇതേ ഇനിയുണ്ട്, ഇത് മീനുണ്ട്. പുളി രസം അല്ലേ. നോക്കിയാ അത്രയ്ക്കധികം ഉണ്ട്. നോക്കിയോ, വലിയ കടയിനേ ശരിക്കും നിറച്ച വേണ്ടാ. ഒറ്റ കടയാ, 1000 മണിയുണ്ട് ഇതിൽ. നല്ല ടേസ്റ്റ് കഴിക്കാൻ തിന്നാൻ. ഒരു രുചിൻ്റെ ഒരു പ്രത്യേക രുചി. പ്രത്യേക രുചി. നോക്കിയേ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, കുഞ്ഞ് തക്കാളിയുടെ മണി തന്നെ വേണ്ടാ. ഇത് ചെറിയ മണി എന്നുള്ള ഇതുള്ള വിത്ത്. നമ്മുടെ പഴയ വലിയ തക്കാളിയുടെ തന്നെ ഇത് ചെറുതാന്നുള്ളോ. കുറേ ഒരു പിടി കിട്ടാൻ ഇങ്ങനെ ഇടാം. ശരിക്കും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ട്, നോക്കണം എന്നുള്ള. അങ്ങനെ ഷായിട്ടൊന്നും ഇട്ടാ അമ്മയ്ക്ക്
മറ്റേ മണിത്തക്കാളി ആയിട്ട് എടുത്താ കളി കാട്ടിയതാ. എങ്ങനെയുണ്ടാവുമ്പോ മണിത്തക്കാളി ഇഷ്ടായി അമ്മക്ക് അല്ലേ? രസല്ലേ? രസം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആ വായില് കൊറേ ഇടുമ്പോ ഒരു ഇതല്ലേ. പിടിയിട്ടെങ്കിലേ വായിരിക്കാം. നോക്കി ഇതൊക്കെ തക്ക മുളക് തയ്ക്കലല്ലേ? മുളകിന്റെ തൈകളാ. മുളകും തൈ നിറച്ച് തക്കാളി തൈ നട്ടെ, പക്ഷെ അതിന്റെ ഉള്ളിൽ മുഴുവൻ മുളച്ച് വന്ന് മുളകും തൈ ചീരത്തൈ അങ്ങനെ വന്നു. ഇതൊക്കെ ഫുള്ള് അത് കാരണം കളഞ്ഞിട്ടില്ല, അതായത് ഒരു കാട് പിടിച്ചോണ്ട് നിക്കണത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി മുളക് പൊട്ടിക്ക നമുക്ക്. അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത്, വയ്യപ്പ് പൊട്ടിക്കാന്ന. നിങ്ങൾ പൊട്ടിച്ച് വരുമ്പോ എന്റെ ഇത് കഴിഞ്ഞു. ചെത്തില് കഴിയൂല്ലേ? നമ്മുടെ ഈ മുളക് ഒന്നില്ലേ അമ്മേ, ശരിക്കും അമ്മ വീഡിയോ കാണാൻ അമ്മയ്ക്കറിയാം എത്ര പ്രാവശ്യം വരെ മുളക് പൊട്ടിച്ച് നോക്കണേ, ഇപ്പോഴും അതിങ്ങനെ എന്ന് പൊട്ടിക്കാൻ വന്നാലും പുതിയതായിട്ട് നിൽക്കണ പോലെ തോന്നും. അത്ര നല്ല മുളക് ഇത്, നല്ല മുളകാ. താഴെ വയ്ക്കാം. അത് ഈ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈ വെച്ചിട്ടില്ലേ എല്ലാ കടയും പിടിച്ചും കിട്ടി, ഒന്നും അങ്ങനെ നാശമായി പോവേ. പിന്നെ അത് മാത്രമല്ല വേറെ കേടൊന്നും വരില്ല കേട്ടോ ഈ മുളകിനെ. അമ്മയും കൂടി ഉണ്ടായിരുന്ന കാരണേ മുളക് ശരിക്കും സ്പീഡിൽ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടാ. അമ്മയ്ക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടം മുളക് പൊട്ടിക്കാനാണ് അല്ല അമ്മ? ഇതേ നോക്കി ഞങ്ങളിത് എത്രയും മുളക് പൊട്ടിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു കടയമീൻ കൂടി ഉള്ളോട്ടാ. മുളക് പൊട്ടിക്കല് കഴിഞ്ഞു നോക്കിയേ. അപ്പം ഇനി നേരെ ഞങ്ങൾ അടുക്കളയിലാട്ടാ. ഇന്നത്തെ പണികളൊക്കെ ഇനി പറമ്പിലത്തെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. അമ്മ പതുക്കമ്മ നീരത്തോടെ ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ പതുക്കെ കിടന്നാൽ മതി. പേളിക്കുട്ടിയെ നീ വരുന്നുണ്ടോ? ഞങ്ങളിതേ കഴിഞ്ഞ് പോവാ. ഏറ്റുണ്ട് അങ്ങനെ. ഇത് ചട്ടിയിൽ തന്നെ മുളച്ച മുളക കുഴപ്പമില്ല, പൊട്ടിക്കും. ഇല്ലല്ലോ ഇല്ല. ഇത് നോക്കിയേ, ഒരു കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പീനെ എത്ര കനുള്ള കമ്പിയായിരുന്നു, അതിനെ ഞാൻ തന്നെ വളച്ച് ഇങ്ങനെ ആക്കിയതാ. ഇത് കുഞ്ഞു റോസപ്പൂ, കുഞ്ഞു റോസപ്പൂ ഉണ്ടാവുക, പക്ഷെ നിറച്ചുമുള്ള തിരുപിരുന്നനെ. നമ്മുടെ ഈ പേരക്കായില്ലേ അമ്മേ ഒരു വട്ടം വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് പേരക്കായ പൊട്ടിച്ചോണേ, നിലമുട്ടി നിൽക്കണത്. അപ്പം അതേപോലെ തന്നെ ഈ പേരക്കായ ഉണ്ടായി ഇവിടെ. നമ്മുടെ പേരക്കായില്ലേ ഇതാ കുറച്ച് കവറൊക്കെ ഇട്ട് നിർത്തിണ്ടായിരുന്നില്ലേ, അതൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടാ, ഇന്ന് പൂരായിട്ട് ഞാനമ്മ കിടന്ന് പറമ്പിലേക്ക് നടക്കണ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ അടുത്ത പൂരെന്ന് പറയുന്നത് വൈകിട്ടാണ്, 3 മണി തൊട്ട് തുടങ്ങിയ. അപ്പം നമുക്ക് വിരുന്നാരൊക്കെ ആ സമയത്തേക്ക് തന്നെയാണ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയത്. പിന്നെ പേരക്കായൊക്കെ നമ്മുടെ, അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാലോ കുറച്ചിട്ട് പൊട്ടിച്ചിട്ട്. അപ്പം അത് കാരണം കവറിട്ട ഒരുവിധം പേരക്കായകളൊക്കെ നമുക്ക് പൊട്ടിക്കാറായിട്ടുണ്ട് കേട്ടാ. അത് പൊട്ടിക്കാം. അമ്മ ഇതിൽ വെക്കട്ടെ. എന്തൊരു വലിയ പേരക്കായ, കവറിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കും വലിപ്പറിയാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഈ പേരാമത്തെ ഒരെണ്ണത്തിൽ വീണ് എടുക്കുന്നുണ്ട്. ഭംഗി എന്ത് ഭംഗിയല്ലേ നോക്കിയേ. ഇതും പൊട്ടിക്കത് നല്ല രസമുണ്ടാവും. വേറെ ഇടാം അല്ലേ. ഇതാ മുകളിലൊക്കെ കുറേ നിൽക്കിട്ട് അത് ഷായേട്ടനെ പറമ്പിൽ കയറിനോട് കൂടി പൊട്ടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഈ കവറ് പിടിച്ചമ്മ. അമ്മ കൊമ്പ് പിടിച്ചിട്ടുണ്ടല്ലേ.
എന്ത് ഭംഗി, എന്ത് ഭംഗി. ഈ പാക ആരിപ്പോനും ഉണ്ണിയോടിനൊക്കെ കഴിക്കാൻ ഇഷ്ടം. ഇതും പൊട്ടിക്കാം. അതിൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ ഷായിട്ട് പൊട്ടിക്കുമോ നല്ലത്. ലാഡർ കൊണ്ടുവച്ചിട്ട് വേണം പൊട്ടിക്കണെങ്കിൽ. അപ്പം ഞാനേ എനിക്ക് എത്രത്തെ പൊട്ടിക്കണമല്ലോ. അത് വിട്ടമ്മ കൊമ്പ്. ആ കവറിട്ട് നിർത്തല്ലേ അല്ലേ? അതും പിടിക്കുന്ന ഇത് പൊട്ടിച്ചമ്മ അങ്ങനെ. അപ്പം ഞാൻ എനിക്കിത് എത്രയും പേരക്കായി പൊട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഉണ്ടോ, നല്ല പേരക്കായ. അപ്പോൾ ഇനി കുറേ ഉണ്ട് കേട്ടോ പൊട്ടിക്കാനായിട്ട്. പക്ഷെ അത് അന്ന് ഷായിട്ട് ലാഡർ നിന്നിട്ടല്ല ഇട്ടത്. അപ്പോൾ ഷായിട്ട് തന്നെ വേണത് പൊട്ടിക്കാൻ. ഇനിയില്ലേ അമ്മ, നമുക്ക് അതുകൂടി പൊട്ടിക്കാം. ചൈനീസ് ഓറഞ്ച് പൊട്ടിക്കാം. നമ്മുടെ ഈ കവറോട് വെച്ചാൽ അപ്പോൾ ഷായിട്ട് വരുമ്പോഴേ ബോളിലേക്ക് കയറുമ്പോൾ അത് ഇടും. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചൈനീസ് ഓറഞ്ച് പൊട്ടിക്കാം. എന്താണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് പൊതിനയിലേക്ക് ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് കലക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് രസം അറിയോ. സുഖമായിട്ട് വലിച്ചമ്മ കൈ കൊണ്ട് സുഖമായി പോരും. അമ്മയുടെ കയ്യിലത്തെ കാട്ടി കൊടുത്തേ നല്ല മഞ്ഞ കളർ. അമ്മയുടെ കൈ ഒന്ന് ക്യാമറയിലേക്ക് കാണിച്ച് കണ്ടോ. നമ്മുടെ ചൈനീസ് ഓറഞ്ച് നല്ല ഭംഗിയായിട്ട് അതാ മുകളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യം മതിലുമ്പ കയറി നിന്നിട്ട് പൊട്ടിക്കാൻ പറ്റിയിരുന്നേ. അതിൻ്റെ മുകളിലും തോട്ടം നിൽക്കുന്നുണ്ടല്ലേ. ഇത് തിന്നുമ്പോൾ വേറെ സാധനം ഉണ്ടായിരുന്നു, അത് പോയ അത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളവിടെ മിറാക്കിൾ ഫ്രൂട്ട് കൊണ്ടുണ്ട്. ഇത് തിന്നണമെങ്കിൽ അത് കഴിച്ചിട്ട് ഇത് ഭയങ്കര പുളിയാണല്ലോ നമ്മുടെ ഈ ചൈനീസ് ഓറഞ്ച്. പക്ഷെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇത് കഴിക്കണമെങ്കിൽ നല്ല മധുരമാണ്. അപ്പോൾ അമ്മ ചോദിക്കുക ഇതിൻ്റെ ഒപ്പം കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അമ്മ നിറച്ച് കായുണ്ട് അമ്മ, പക്ഷെ അതേ കിളികൾ കൊണ്ടുപോവാ. അപ്പം ഇനി അമ്മ ചക്ക ഉണ്ടാവും. ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. നമുക്ക് എന്താ പറയുക, കൂരയൊക്കെയല്ലേ. അപ്പം ചക്കയും അങ്ങനെയുള്ള കറികളൊക്കെ വെക്കാന്ന് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത്യാവശ്യം മൂത്തതൊക്കെ മുകളിലാണ് നിൽക്കണേ. എത്താ അപ്പോൾ ഷായിടിനോട് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇടണം. ചക്കിട നമുക്ക്. ഞാൻ തോട്ടെടുത്തിട്ടായിട്ടുണ്ട്. ഷായിടിനെ വിളിച്ചിട്ട് വരാം കേട്ടാ. അമ്മ നോക്കിയാൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ടാങ്ങും ഇരിപ്പായിട്ടാ. ഷായിട്ട് അവിടെ ചക്കിടാൻ വേണ്ടിയിട്ട് തോട്ടിക്ക് എടുക്കുന്നുണ്ടേ. എഴുതിണ്ടാകും അവിടെ ഇരിക്കേ. നല്ല സുഖമുണ്ട്. നല്ല സുഖമില്ലേ. നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് ഈ ഒരു ഭാഗം. അമ്മയും ഷായേട്ടനൊക്കെ ഇവിടെ ഇരിക്കണതില്ലേ. ഇത് ഞങ്ങളൊക്കെ ഇവിടെയാണല്ലോ. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കി നിൽക്കണേ. എടാ സുന്ദരന്മാരെ, ഇപ്പം നമുക്കിവിടെ വരാം കേട്ടോ. നമ്മുടെ അവിടെ കിടന്ന് പേലിക്കുട്ടി കിടന്ന് നടക്കണ്ടേ. പേലിക്കുട്ടിനെ കണ്ടിട്ടാണ് കുട്ടിപ്പട്ടാളം. അതിനെ പേലിക്കുട്ടിയുടെ അടുത്തേക്ക് മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പൊതിയാണ് പേലിക്കുട്ടീനെ. രണ്ടാം സ്ഥലത്ത് വലിയ ചക്കിട്ടാ മതിട്ട് ഷായിട്ടാ. ചിലപ്പോൾ രണ്ടും കൂടി വീഴാവോ. കൊളത്തിണ്ട്. ഓക്കേ മതി. അത്യാവശ്യം മൂത്തുണ്ടാവില്ലേ അമ്മ ചക്ക. ഇല്ലേ അമ്മ നോക്കിയേ. ഇല്ലേ എന്തായാലും ഇപ്പൊ അത് വേറെ വലിക്കണ്ടല്ലോ. അപ്പൊ ചക്കയായി. അപ്പൊ ഞാൻ അമ്മ ഇതാ അടുക്കളയില് പണി തുടങ്ങിയിട്ടാ. അമ്മ ഇതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇത് നിൽക്കണ്. ഞാൻ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞങ്ങൾ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതാ ബീഫ്, അതേപോലെ ഇതാ ചിക്കൻ കേട്ടോ. ചിക്കനും ബീഫൊക്കെ വയ്ക്കാൻ പോവാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ എന്താ പറയുക, ഇറച്ചിയൊക്കെ കഴുകി വരുമ്പോഴേക്കും തന്നെ അമ്മ നോക്കിയേ അമ്മയുടേതായി കുറേ കാര്യങ്ങൾ കഴിച്ചു. സബോള അരിഞ്ഞു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാതും റെഡിയാക്കി തന്നു. അതായത് അമ്മയും കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെങ്കിൽ പണികൾ കുറച്ചും കൂടി സ്പീഡിൽ കഴിയുന്നുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അമ്മ അതിലേക്കുള്ള വേറെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യണ കാരണേ. അപ്പം ഇനി ഇറച്ചി 2-3 തരം ഇറച്ചി വെക്കുന്നുണ്ട്. കണ്ണൻകുട്ടിക്ക് നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ലേ. ചിക്കൻ വറക്കല്ല നമുക്ക്. ഞാൻ ഉരുളിയാണ് വെച്ചോണം എടുക്കട്ടെ.
നമ്മളെ കഴിഞ്ഞ ദിവസം വീട്ടിനായാലും നിന്ന് കുറെ ചക്കകൾ ഇറക്കിയില്ലേ. അപ്പൊ ഞാൻ പറയല്ലേ ചക്ക പഴുക്കുമ്പോ വെട്ടി കാട്ടി തരാന്ന്. ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ മണപ്പിക്കുന്നു വേണ്ട കേട്ടാ, നല്ല മണം അല്ല കൺമണിയെ. ആ വീട്ടിനായാലും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പഴുക്കുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്ക് സ്മെല്ലറിയാം. ചക്കകളൊക്കെ ഒക്കെ അതിനെല്ലാം മണം ഉണ്ട്. ഇതിന് പ്രത്യേകതയുള്ള പോലെ തോന്നുന്നു. നമുക്ക് വെട്ടാം. അപ്പം നമ്മുടെ വിരുന്നാര് വരുമ്പോഴേ ആ ദിവസം അതായത് പൂരത്തിന് പഴുത്ത് കിട്ടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇടുമ്പോൾ തന്നെ. അപ്പം എല്ലാവർക്കും കഴിക്കാമല്ലോ. നോക്കിയേ കണ്ടോ, നല്ല കളറുമാണ് കേട്ടാ. ഇങ്ങനെ മുറിച്ചാൽ മതിയല്ലേ. കൺമണിക്കുട്ടി അച്ചാച്ചനെ വിളിച്ചേ ചക്കത്തിനെ. വരുന്നുണ്ടാ? കൺമണിക്കുട്ടി ആദ്യം ടേസ്റ്റ് തന്നല്ലോ. അച്ചാച്ചൻ എന്തൊക്കെയും കൺമണിക്കുട്ടി ടേസ്റ്റ് പറയണേട്ടാ. എങ്ങനെയുണ്ട് അമ്മണിയെ? നോക്കിയമ്മേ, നല്ല ടേസ്റ്റ് ഉണ്ടാ? അതെ, ഞാൻ ചുള പറിക്കാം. നല്ല പാകം. ഇനി ഈ നമ്മുടെ വീടിൻ്റെ മേലേക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, തീരെ ഇതുണ്ടാവില്ല. എന്ത് മടല് അത്രയും കനം കുറവില്ല. എന്ന് ചേട്ടാ കനമുള്ളോ? അതന്നെ. അവരെ ചവണി തിന്നാ. ആ ചേട്ടൻ പറിച്ചാ. കൺമണിക്കുട്ടി സ്പീഡിൽ വയ്ക്കി. കൺമണിക്കുട്ടിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായിട്ട്. അത് ഇപ്പോഴല്ല, കുഞ്ഞിതായിരിക്കുമ്പോഴും കൺമണിക്കുട്ടിക്ക് ചക്ക എന്ത് ഇഷ്ടമായിരുന്നു. ചെറിയ പഴയിരിക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്, ഓർമ്മയില്ല. ഇതിന് ഈ ആളെ പേരുന്ന എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ അടുത്താണ് കുമ്പളി അമ്പലം. അവിടെ പൂരത്തിന് അവിടെ വന്ന് ആന കുറിച്ച് ഇനി എന്താ പറയാ വീണ്ടും ഉച്ചതിരിഞ്ഞ് കൊണ്ടുവരും. എഴുന്നള്ളിപ്പോൾ കഴിയുമ്പോൾ വീണ്ടും കൂടി വരും. കഴിഞ്ഞ വർഷം നമ്മള് ആനക്ക് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ പരിചയുണ്ട്. ആളെന്നെ കണ്ടപ്പോ തുമ്പിക്കേട് വിളിച്ചു തുടങ്ങി. എന്ത് പരിചയ കഴിഞ്ഞ കൊടുത്തിട്ടുണ്ട് അവന്. ഇവിടെ ക്ഷേത്രത്തിൽ 3 ആനയ്ക്ക് നമ്മൾ പൂരെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആന ഞങ്ങളുടെ തട്ടകത്തെ ക്ഷേത്രമുണ്ട്, തിരുവണിക്കാവ് ഭഗവതി ക്ഷേത്രം. അവിടുത്തെ ആനയാണ് കേട്ടോ രാജഗോപാലൻ. 3ാമത്തെ ആന കേട്ടാ വിജയകൃഷ്ണൻ മുള്ളത്ത് എന്നാണ് ആനയുടെ പേര്.
എവിടെ ആയില്ല എന്ത് മനസ്സല്ലേ അവന് അല്ലേ അവിടെ കെട്ടിണ്ട് രാജഗോപാലിന് അപ്പുറത്ത് നിൽക്കണേ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല ഏട്ടാ പൂരമുള്ള ദിവസം പിന്നെ അത് മാത്രമല്ല 3 ആനകളും ഒരുമിച്ച് വന്നിട്ടുള്ള ദിവസമാണ് അല്ലേ കൺമണിക്കുട്ടി കൺമണിക്കുട്ടിക്ക് പേടിയാണ് ഞാൻ പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ പഴക്കം കൊടുക്കണ കാരണം ഞാൻ അങ്ങനെ കൊടുക്കണമെന്ന് മാത്രം വെള്ളം കുടിക്കണേണ്ട നമുക്ക് അങ്ങനെ നീങ്ങിക്കഴിഞ്ഞ രുത് പേടിച്ചിട്ടാണോ എഴുന്നള്ളിപ്പിൻ്റെ നേരായി എല്ലാ ആനകളും ഇത് അമ്പലത്തിലേക്ക് പോയി തുടങ്ങി ഇത് നമ്മുടെ തിരുവണിക്കാവ് രാജഗോപാലിനാട്ടി പോണത് അപ്പം ഞങ്ങളിത് പൂരപ്പറമ്പിലേക്ക് പോകാൻ ഞാൻ അമ്മയും കൺമണിക്കുട്ടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിരുന്നാരൊക്കെ വരെ രാത്രിയിലാണ് അപ്പം ഞങ്ങളൊക്കെ പൂരപ്പറമ്പിൽ പോയി കുറച്ച് നേരത്തെ പോയിട്ട് വരാൻ വെച്ചിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഇവിടേക്ക് വരെ കേൾക്കൂട്ടം മേലോ അത്ര അടുത്താണ് അമ്പലം കുറച്ച് നേരം പൂരൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ കൺമണിക്കുട്ടിയുടെ കൈമത മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നിന്നുട്ടാ
കൺമണിക്കുട്ടിയുടെ കൈമ വളയിടുന്ന സമയം കൊണ്ട് അമ്മയും വലിയച്ചും പൂരം കാണാൻ പോയി നിന്നു. കണ്ടിട്ട് അമ്പലത്തിലെ അപ്പൊ നമ്മുടെ തിരുവണിക്കാവ് രാജഗോപാൽ എന്ന് പറഞ്ഞല്ലേ, അത് നമ്മുടെ പൂരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കട്ടാ. പേടിക്കണ്ട. എന്ത് കണ്ടിട്ട് അമ്പലത്തിലെ അങ്ങനെ എൻ്റെ ആഗ്രഹം നടന്നു. കൺമണിക്കുട്ടി കൊടുക്കണ ആനേനെ ഇവിടെ കെട്ടിയിട്ടുള്ള കാരനെ രാത്രിയിലൊക്കെ ആയാലും കുട്ടികളൊക്കെ ആനേനെ കാണാനായിട്ട് ഇതാ വന്നിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടാ. ഇതേ കുറേ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അറിയില്ല അവിടെ തന്നെ തൊട്ടു. ആ എവിടെ തൊട്ടേ? അവിടത്തെ. ആ ആരെ? ആ നിർത്തി. കൺമണിക്കുട്ടീനെ മനസ്സിലായി. അതെ, എല്ലാവരും ഇതാ വൈകിട്ട് രാത്രിയിലേക്കാണ് എത്തി നോക്കണേ. അപ്പൊ ഇതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാട്ടാ. എന്നിട്ട് വേണ്ടേ കൺമണിക്കുട്ടിക്ക് അത് വേണ്ടേ? മീൻകറി മാത്രം മതിയാ? മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഞാൻ വെച്ച കാര്യം പറയല്ല കേട്ടാ, നല്ല രസമുണ്ട്. അത് വാള നല്ല രസമുണ്ട്, വാങ്ങിയിട്ടിട്ട് വെച്ച പോണെ. കണ്ണൻകുട്ടി വന്നുട്ടാ. കണ്ണൻകുട്ടി ഹാപ്പി അല്ലേ? ആ കണ്ണൻകുട്ടിക്ക് ഇഷ്ടാണ്. അമ്മായി വീട്ടിലത്തെ പൂരം എന്റെക്കാളും ഓർമ്മ നമ്മുടെ കണ്ണൻകുട്ടിക്ക്. അമ്മായി പൂരായി പൂരായി എന്നെ വിളിച്ച് ആദ്യം പറയൂ. അച്ചുവാ? പിന്നെ അച്ഛനും എന്താ പറയല്ലേ? കണ്ണൻകുട്ടിയുടെ അനിയൻ ഇവിടെ അച്ചു. അമ്മായി തന്നോ? തല നേരെ പിടിച്ച ആരെ? മാമ എന്തിട്ടാണ് ചേട്ടാ? മാമ ഓഫ് ചെയ്തിട്ടില്ല. അപ്പൊ കണ്ണൻകുട്ടിക്ക് അമ്മായിന്റെ വീട്ടിൽ പോരുന്നു പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യട്ടാ. അത് കണ്ണൻകുട്ടിക്ക് ഒരു അമ്മാമ്മയുടെ അടുത്ത പൂരുണ്ട്. ആ അമ്മാമ്മയുടെ അടുത്ത പൂരം കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും കണ്ണൻകുട്ടിക്ക് ആ അതെ അമ്മായിയുടെ അടുത്ത പൂരുണ്ട്. ഇല്ലേ ഗാനമേള എന്തിട്ട് പരിപാടിയൊന്നും എനിക്കൊരു ഉറപ്പില്ല കേട്ടാ. എന്തായാലും നോക്കി നോക്ക്. അതല്ലേ. അപ്പൊ നമ്മുടെ അമ്പലത്തിൽ കുറച്ച് പരിപാടികളുണ്ടേ. അപ്പൊ പ്രീതി അങ്ങോട്ട് പോവാ. എന്റെ മോന് പോവാം. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചേ അയമ്പല പോവാട്ടാ. അച്ചുവാ? അച്ചുണ്ടോന്ന്? അച്ഛന് പോണാ? പൊക്കോ 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 അച്ഛൻ പൊക്കോ. ആ പോയിട്ട് പോരെ. ഗാനമേള വേറെ പൊക്കോ, അവര് കൂടെ പൊക്കോ. ആ ഇല്ലാന്ന് പ്രീതി, അച്ചു ഇല്ലാന്ന്. ഇപ്പൊ വരാ കമ്പിത്തിരി കത്തിച്ചിട്ട് കുട്ടികൾക്ക്. വാ കരയണ്ടായിട്ടോ. ഇപ്പൊ വരാം ഇപ്പൊ വരാം ഇപ്പൊ വരാടാ ഇപ്പൊ വരാം. എന്താ സങ്കടം. വൈ അച്ചു വാ. ഇല്ല ഞാൻ അമ്മ ഇവിടെ നിക്കാം. വാ അമ്മ ഇവിടെ നിക്കാം. വാ ഇല്ലടാ പതുക്കെ പതുക്കെ. അവനെന്തൊരു പേടിയാ. വാ കുട്ടിപ്പട്ടാളം കരയണ്ട. കുട്ടിപ്പട്ടാളം പോരാ. കമ്പിത്തിരി എത്തിക്കണോ? സങ്കടം എന്താ സങ്കടം പറച്ചില്ലേ. മൂലി ഇവിടെ മത്താപ്പൂടെ കത്തിക്കാൻ പറ്റൂലേ? അയ്യോ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കുറച്ച് കമ്പിത്തിരി മത്താപ്പൊക്കെ മേടിച്ചിട്ടാ. അപ്പൊ അവരത് കത്തിക്കാൻ നിൽക്കുക. അച്ചൂട്ടിന് പേടിയില്ലേ, പക്ഷെ കൺമണിക്കുട്ടിക്ക് കുറച്ച് പേടി കൂടുതലാ. കൈമിക്ക് വരുമെന്ന് പറഞ്ഞിട്ട്.
ആ ഇത് കത്തിച്ചിട്ട് എന്നെ മോളുടെ കയ്യിൽ തരാം. ആ നീട്ടി വെച്ചല്ലോ. ദേ മേലിക്ക് വരികയില്ലേ പിന്നെ കണ്ട നോക്കി മിതയുടെ കൈമിക്കൊക്കെ ആവണ്ട നോക്കി കണ്ട കണ്ട ഒന്നാവില്ലേ പേടിക്കാനില്ലേ ഏട്ടത്. ഇങ്ങനെ ഉണ്ണിയാ ഇതാ ഇന്ന് പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ സ്ഥലത്തായിട്ടാ നമ്മള് കത്തിക്കാനായിട്ട് ഇറങ്ങി നോക്കണേ. അത് കാരണം കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കര മൂളിച്ചാ ഈ മുക്കിലേക്ക് പോഞ്ഞാ. എന്നിട്ട് ആ വേറെ കുത്താണോ? ആ തണ്ട അങ്ങോട്ട് പോണം പ്രീതി, അപ്പുറത്തേക്ക് അറ്റത്ത്. എന്നാ പിന്നെ എന്നാ പിന്നെ ആ കൺമണിക്ക് പേടി പറയില്ലോ. അച്ഛൻ എടുത്തേക്കല്ലേ അപ്പളിക്കും കമ്പിത്തിരി എടുത്ത് തന്നെ മയ്യ കഴിയുമ്പോഴേക്കും. അയ്യോ അത് മൂന്ന് കത്തിക്ക ചേട്ടൻ്റെ കത്തിക്ക അപ്പൊ വേഗം കത്തും. ഇപ്പൊ കത്തി എന്റെ കൈ ഇപ്പൊ പൊള്ളി കൊണ്ട് പോണ്ട വന്നേന്. ആ വടി വേണല്ലേ? ആ കുത്തി വയ്ക്കാനായിട്ടല്ലേ? ആ ഇതിപ്പോ എങ്ങനെ പ്രീതി സംഘടിപ്പിച്ച ഇത്ര നീളത്തില്? ആ എന്നാ കൺമണി ഇന്ന് പിന്നെ ഇത് എങ്ങനെയുണ്ട് ആ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഓടി വന്നു. എന്താ പറയാനായിട്ട് ഇഷ്ടായി പട്ടാള? ഇത് ഒരു മൾട്ടി കളറാണ്. അത് കാണുന്ന കാണാണ് നല്ല ഭംഗിയുണ്ടല്ലേ? കുട്ടികളൊക്കെ വന്നപ്പോ രസം. അച്ഛന് ചിരിച്ചിട്ട് പോകുന്നില്ല. എന്താ ചെയ്യണേന്ന് ആലോചിച്ചിട്ട് അമ്മായിയുടെ മുഖത്തിൽ പോയിടാണ്. കണ്ണാ ടാറ്റാ അച്ചു. Bye bye. Good night. കണ്ണുകുട്ടി പോയി. എത്ര 2 ദിവസമായാ? എന്തേ അപ്പൊ അങ്ങനെ അമ്മ വാ. ആനേനോടെ കെട്ടിട്ടുണ്ട് ട്ടാ. കാണില്ല, നമുക്കെന്നെ നോക്കുമ്പോ കാണില്ല. ഒരനക്ക മാത്രം അങ്ങനെ അവൻ പട്ട തിന്നോണ്ടിരിക്കുക. അവരും പോയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ കേട്ടാ. അപ്പൊ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്.